ഫോട്ടോഷോപ്പ് മാത്രം കൊണ്ട് നമുക്ക് വിചാരിക്കുന്ന ആ 3D സംഭവങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അഡോബി ഡയമെൻഷൻ ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തേ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ നമുക്കൊരു 3D പോലത്തെ ഒരു ഓപ്ഷനാണ് വരുന്നത്. നമ്മൾ മിഡിൽ മൗസ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ, അതേപോലെ ഇതിൻ്റെ അകത്ത് കുറേ അസറ്റ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് വെറുതെ ഒരു ടെക്സ്റ്റ് നമുക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. കണ്ടോ, അതായത് മൂവ് ചെയ്തേ, ഇതാ മിഡിൽ മൗസ് വെച്ച് ഇതിനെ മൂവ് ചെയ്യാം. കണ്ടോ, നമ്മൾ ഫോട്ടോഷോപ്പിൽ കണ്ട അതേ 3D ആണ്. കാണുന്നുണ്ടോ? എന്നിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോകാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന എല്ലാം ടൂൾസാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പേര് ഓർബിറ്റ് ടൂൾ എന്നാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ കറക്കാം. കണ്ടോ, ഓർബിറ്റ് ടൂൾ വെച്ച് നമുക്ക് ഇങ്ങനെ കറക്കാം. അതേപോലെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാൻ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും പാൻ ചെയ്യാം. കണ്ടോ, നമ്മൾ ഫോട്ടോഷോപ്പിൽ കണ്ട അതേ 3D ആണ്, പക്ഷേ അതിൻ്റെ 3D അത്ര ഒരു ഇതല്ല, സുഖമുള്ള 3D അല്ല. അപ്പോൾ ഇതിനകത്ത് ഡോളി ടൂളുണ്ട്, അത് വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാൻ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ 3 ടൂൾസ് ഉണ്ട്. നമുക്കിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂളിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താ ഇവിടെ കിടക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 3D അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് എന്ന് അടിക്കാം. ഫോട്ടോഷോപ്പ് എന്ന് അടിച്ചേ. കണ്ടോ, നമുക്ക് ഇവിടെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫോട്ടോഷോപ്പ് എന്നുള്ള സംഭവം. പിവോട്ട് പോയിൻ്റ് എന്താണ്? പിവോട്ട് പോയിൻ്റ് ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം. അപ്പോൾ പിവോട്ട് പോയിൻ്റ് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിവോട്ട് പോയിൻ്റ് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ പിവോട്ട് പോയിൻ്റ്. കണ്ടോ, ഇതിനെ മൂവ് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ അകത്ത് ആക്ഷൻസ് ഉണ്ട്, ഡിലീറ്റ്, അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങളിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഫോട്ടോഷോപ്പിൽ പറഞ്ഞിട്ടുള്ള സെയിം സംഭവം നമുക്കിവിടെ കാണാം. കണ്ട, ഡെപ്ത്ത് ഇങ്ങനെ കൂട്ടാം. നോക്കിയേ, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് ഡെപ്ത്ത് കൂട്ടാം. ഇതാ ഡെപ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കാണുന്നുണ്ടോ, ഡെപ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ബെവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ബെവൽ ചെയ്യാം. ബെവൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഈ ഒരു എഡ്ജസിൻ്റെ ഇത് മാറുന്നുണ്ടോ? കണ്ടോ, എഡ്ജ് നമുക്ക് നല്ല എഡ്ജ് കിട്ടും. അതേപോലെ സൈസ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ മൂവ് ചെയ്തു ഞാൻ ഇങ്ങനെ വെച്ചു സ്വല്പം, കാരണം പി നമുക്ക് കാണുന്നില്ല. അപ്പം ഞാൻ പി എടുത്ത് സ്വല്പം കൂടെ മുകളിലോട്ട് വെച്ചിട്ട് കണ്ടോ, അപ്പോൾ ഈ പി ഒരു ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഇങ്ങനെ കറക്കിയേ. കണ്ടോ, അപ്പം നമ്മൾ ഫോട്ടോഷോപ്പിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടെക്സ്ചർ എന്നുള്ളൊരു സംഭവം കിട്ടുമല്ലോ. ടെക്സ്ചർ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ താഴോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡീഫോൾട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കിയേ, കണ്ടോ, അഡോബി സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വേണം, ഞാൻ ഇങ്ങനെ വലിക്കുക, അത് ഇതിൻ്റെ അകത്തോട്ട് ഇടുക, സംഭവം കഴിഞ്ഞു. കണ്ടോ, കണ്ടോ, ഈ ഒരു രീതിയിലുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. ഫേസിലാണെങ്കിൽ ഫേസിൽ മെറ്റീരിയൽ ഇടണം, ഫേസ്, ബാക്ക്, ബെവൽ. കാരണം നമ്മൾ എന്താണ് എക്സ്ട്രൂഡ് ചെയ്തു, വലിച്ച് വലുതാക്കി. അപ്പോൾ എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു മെറ്റീരിയലിനെ ഡ്രോപ്പ് ചെയ്യുക. ഇതിനും ഡ്രാഗ് ചെയ്യുക, ഇതിനും ബാക്കിലും ഡ്രാഗ് ചെയ്യുക, എന്ത് ചെയ്യുക, ഫേസിലും ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഒറ്റ ടെക്സ്ചറായി. കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് ഇത് ഇത്രയും വേണമെന്നില്ല. നമുക്ക് ഇത് അതേപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതാ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം വീണ്ടും. അപ്പോൾ നമ്മൾ പറയണത് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇത്രയും ഡെപ്ത്ത് വേണമെങ്കിൽ ഡെപ്ത്ത് കുറയ്ക്കാം. കണ്ടോ, ഡെപ്ത്ത് കുറയ്ക്കാം. വീണ്ടും ബെവൽ വേണമെങ്കിൽ വീണ്ടും ബെവൽ ഇൻക്രീസ് ചെയ്യാം, ബെവൽ കുറയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 3നും ടെക്സ്ചർ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താണ്, ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റും ബാക്കി പ്രോപ്പർട്ടീസ് ഇതിൻ്റെ അകത്തും ബെവലും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ടെക്സ്ചറാണ് വരുന്നത്. അപ്പോൾ സൈഡിലൊരു ടെക്സ്ചറുണ്ട്, ഫേസിലൊരു ടെക്സ്ചറുണ്ട്, ബെവലുണ്ട്, ബാക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട, വേറെ ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓരോ ടെക്സ്ചറുണ്ട്. കണ്ടോ, വാട്ടർ ലൈക്ക് സംഭവമാണെന്നുണ്ടെങ്കിൽ വാട്ടർ ഡ്രാഗ് ചെയ്തിടുക. കണ്ടോ, ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇതിൻ്റെ അകത്ത് വാട്ടറായി. കണ്ടോ, ഇപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ ഒരു ഫീലാണ് ഇതിലുള്ളത്. ഇപ്പോൾ നമുക്കത് അറിയാൻ പറ്റുമോ, നമുക്ക് റെൻഡർ ചെയ്യണം എന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. ഐസ് ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഐസിൻ്റെ ഒരു ടെക്സ്ചർ ഇവിടെ കൊണ്ടിട്ടു. ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റില്ല. അതേപോലെ ബേസ് കളർ നമുക്ക് മാറ്റാം. അതേപോലെ ഗ്ലോ, തിളക്കം, എത്രത്തോളം തിളക്കം വേണം, അതേപോലെ മെറ്റാലിക് ആവണോ, നോക്കിയേ, കണ്ടോ, മെറ്റാലിക് ആവണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ അസറ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതിന് കണ്ടോ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലൈറ്റാണ് വേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇമേജ് വേണോ, ഇമേജ് വേണമെങ്കിൽ കണ്ടോ, ഇമേജ് ഇവിടെ വയ്ക്കാം നമുക്ക്. കണ്ടോ, ഇമേജ് ആണെങ്കിൽ ഇമേജ്, അടുത്ത ഇമേജ് ആണെങ്കിൽ അടുത്ത ഇമേജ് വയ്ക്കാം. ഇമേജ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇമേജിന് നമുക്ക് ഒഴിവാക്കാം.
ഓക്കെ, ഇമേജ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇമേജ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനകത്ത് ഇമേജസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതായത് ഈ എൻവയോൺമെൻറ്റ് ലൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യാം. എൻവയോൺമെൻറ്റ് ലൈറ്റാണ്, ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഉള്ളൂ. അപ്പം ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്കതിനെ അനിമേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു സംഭവം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ രീതിയിലുള്ള ലൈറ്റ്സിലേക്ക് ഇതങ്ങ് ചേഞ്ച് ആവും. ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ആക്റ്റീവായിട്ടുള്ള ഒരു ടെക്സ്റ്റ്, ഒരു ക്യാമറ അല്ലേ. ക്യാമറ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കറക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ടോ. ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ എൻവയോൺമെൻറ്റ് ലൈറ്റ്, എൻവയോൺമെൻറ്റ് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. കണ്ടോ, ഞാൻ ചുമ്മാ വെച്ചതേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് റിമൂവ് ആവും. ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. ഗ്ലോബൽ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും എല്ലാം കൂട്ടാം. അപ്പോൾ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സൺറൈസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, സൺറൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, കണ്ടോ, അതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കൂട്ടാം. ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കറക്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു പ്ലെയിനും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ഈ ഒരു പ്ലെയിൻ ഞാൻ സെലക്ട് ചെയ്തിട്ട് പ്ലെയിനിനെ ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് സ്കെയിൽ ചെയ്യാം. പ്ലെയിൻ സെലക്ട് ചെയ്തു. നമുക്ക് ആ ഒരു പിവട്ട് കറക്റ്റായിട്ട് കിട്ടിയാൽ നമുക്കതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ഓപ്ഷൻ കണ്ടല്ലോ ഇവിടെ. അതാ സെലക്ട് ടൂള്, ഗ്രൂപ്പ് സെലക്ഷൻ, അങ്ങനെ പല പല ടൂൾസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ ഇതിൻ്റെ അകത്ത് തന്നെ പാൻ, ഇപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞാൻ മൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്കെയിൽ ചെയ്യാം. അപ്പോൾ ഈ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. ആർ അടിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഡബ്ല്യു വെറും സെലക്ഷൻ, ഈ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാം. ആർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാം. അതേപോലെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്കെയിൽ ചെയ്യാം. കണ്ടോ, നോക്കിയേ, ഇവിടെ ഇങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്യാം. ഏത് ആക്സസ് ആണ്, ഈ ക്ലിപ്പ് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആക്സസിൽ വേണമെങ്കിലും ഇതാ ഇങ്ങനെ സ്കെയിൽ ചെയ്യാം. കണ്ടോ, ഇപ്പം ഞാൻ ഫോട്ടോഷോപ്പ് എന്നുള്ളതിനെ ഡ്രാഗ് ചെയ്ത്, ഫോട്ടോഷോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് താഴേക്ക് വെച്ച് കൊടുക്കുകയാണ്. സ്വല്പം താഴേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് ആഡ് ചെയ്ത് നോക്കാം. ലൈറ്റും ടെക്സ്ചറും ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിനെ സ്വല്പം ഒന്ന് താഴേക്ക് കൊണ്ടുവരാം. നമ്മൾ നേരത്തെ എടുത്ത ഏതാണ്, ഐസാണ് നമ്മൾ നേരത്തെ എടുത്തത്. അല്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് വലിച്ചം കിട്ടുകൊടുത്തത്. അത് കണ്ടോ, ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ലൈറ്റ് ഐസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡാമേജ്ഡ്, അല്ല നിങ്ങൾക്ക് വാട്ടർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വാട്ടർ. കണ്ടോ, നമ്മളൊന്നും ചെയ്യേണ്ട, അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. റഫ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. മെറ്റാലിക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സീനിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, എൻവയോൺമെൻറ്റ് ലൈറ്റ്, ക്യാമറ, ടെക്സ്റ്റ്, പ്ലെയിൻ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഓരോന്നായിട്ടുള്ള പ്രോപ്പർട്ടി നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് പ്ലെയിൻ്റെ വിഡ്ത്തും ഹൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഷാഡോ ഒക്കെ മൂവ് ആവുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലെയിൻ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി, വേണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കണ്ട. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഒരു ഏതെങ്കിലും ഒരു സ്റ്റുഡിയോ ലൈറ്റോ സ്റ്റുഡിയോ വാം ലൈറ്റോ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാം, ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടാം, റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ലൈറ്റ് ഇടുന്ന് കറങ്ങുന്നുണ്ടോ, റൊട്ടേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ റെൻഡറിൽ പോയിട്ട് നിങ്ങൾക്ക് PSD ആയിട്ടാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത് അല്ലേ. അപ്പോൾ ഒരു കാര്യം, മീഡിയത്തിൽ ഹൈ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ലോ ആയിരിക്കും റെൻഡറിങ്. ഇപ്പോൾ എനിക്ക് അത്രയും വേണ്ട, ഞാൻ ലോ ഫാസ്റ്റ് അടിച്ചിട്ട് പെട്ടെന്ന് റെൻഡർ ചെയ്യാം. അപ്പോൾ രണ്ടും കൊടുത്താൽ PNGയും വരും PSDയും വരും. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് 3D എന്ന് പറഞ്ഞു കൊടുത്തേ. 3D സെലക്ട് ഫോൾഡർ ക്ലിക്ക് ചെയ്തു, സെലക്ട് ഫോൾഡർ, ദെൻ റെൻഡർ. അപ്പോൾ നമുക്ക് രണ്ടും റെൻഡറിൽ കിട്ടും. ഏതൊക്കെയാണ്, 3Dയും കിട്ടും. നമുക്കിത് ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കാം, പിന്നെ അല്ലാതെ നമുക്ക് ഇമേജ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. PSD ഓപ്പൺ ആക്കുക. ഓക്കെ, കണ്ടോ, ഇതുണ്ടോ, ഇത് ഇത്രയും അഡീഷണൽ ലെയേഴ്സ്, അതേപോലെ മെറ്റീരിയൽ, പിന്നെ ലാസ്റ്റ് വരുന്നത് ഇതെല്ലാം ഓണാക്കുക. ഓണാക്കിയാൽ ആക്റ്റീവ് ആവുള്ളൂ എല്ലാം. കണ്ടോ, ഇതാണ് ഈ അഡീഷണൽ ലെയേഴ്സ് വേണ്ട നമുക്ക്. ഇത് ഓഫ് ചെയ്താൽ ഇത് ഓഫ് ആവും, ഇത് ഓഫ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആവും. കണ്ടോ, ഇത് ഓഫ് ചെയ്താൽ ഇത് ഓഫ് ആവും.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ആക്ച്വലി ഞാൻ എടുത്തപ്പം ഈ ബാക്ക്ഗ്രൗണ്ടും കൂടെ അങ്ങ് എടുത്തുപോയി. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് നമുക്ക് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം, അതേപോലെ ഡിക്രീസ് ചെയ്യാം. ആക്ച്വലി എനിക്ക് അത് മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് ഫോട്ടോഷോപ്പിൽ നിന്ന് എഴുതിയിരിക്കുന്ന ആ ഒബ്ജക്റ്റ് മാത്രം മതിയായിരുന്നു. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അകത്തൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നോക്കാം. വീണ്ടും ഞാൻ ഡിസൈനിൽ വന്നിട്ട് ഇതങ്ങ് ഞാൻ എടുത്തങ്ങ് കളഞ്ഞ് മൊത്തവും സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഫയൽ ഓപ്പൺ. ഏതൊക്കെ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഇത്രയും ഫോർമാറ്റ് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യും. OBJ, ASD അതെല്ലാം സപ്പോർട്ട് ചെയ്യും. ഞാൻ ഇതിനെ ക്ലോസ് ചെയ്ത് ഫയൽ ഇമ്പോർട്ട് 3D മോഡൽ ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു BG കൊടുത്തേ കണ്ടോ. അപ്പോൾ ഇതൊരു ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒബ്ജക്റ്റിന് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഒബ്ജക്റ്റിന് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കറക്കാം. കണ്ടോ, ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. അതായത് എനിക്ക് ആ ഇമേജിൻ്റെ അകത്ത് വേണമെങ്കിലും എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നടത്താം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടർ അസറ്റിൻ്റെ അകത്ത് ചുമ്മാ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടർ അസറ്റിൻ്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അതായത് ഇതിൻ്റെ അകത്ത് തന്നെയാണ്, വേറെ ഒന്നും ഇല്ല. ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നോക്കിയാൽ ഒരു ഫുഡ് ക്യാൻ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. കണ്ടോ, അതാ ഒരു ഫുഡ് ക്യാൻ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടോ, ഒരു ഫുഡ് ക്യാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഡോണ്ട് സേവ് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് ഒരു വ്യൂ തന്നെ കയറാം. ഓക്കെ, എനിക്കിപ്പോൾ ടെക്സ്റ്റ് തന്നെ മതി. ഞാൻ ടെക്സ്റ്റ് തന്നെ ഒന്നും കൂടെ ചെയ്യണേ. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു, ടെക്സ്റ്റ് വന്നു. ഓക്കെ, ടെക്സ്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ടെക്സ്റ്റ് മിഡിൽ മൗസ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാൻ ചെയ്യാം. ടെക്സ്റ്റിൻ്റെ അകത്ത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുകയാണ്, 3D എന്ന് കൊടുക്കുകയാണ്. 3D. ഓക്കെ, 3D എന്ന് കൊടുത്തിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മൂവ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സൈസും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഡെപ്ത്ത് നമുക്ക് കൂട്ടാം. കണ്ടോ, വളരെ മൈന്യൂട്ടായിട്ട് ഞാൻ ഡെപ്ത്ത് കൂട്ടി. ബെവൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബെവൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യങ്ങളും ആഡ് ചെയ്യുന്നില്ല. പകരം നമുക്കൊരു ലെതർ വലിച്ചങ്ങിടാം. ലെതറിൻ്റെ ടെക്സ്ചർ വലിച്ചിടാം. എന്നിട്ട് സ്വല്പം കൂടെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചാൽ ഉണ്ടോ. ഇപ്പോൾ ലെതറിൻ്റെ ടെക്സ്ചറാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് താഴേക്ക് വരിക, ഒരു ലൈറ്റ് കൊടുക്കുക. ഇതാ ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഡയറക്ഷൻ ലൈറ്റ്, സൺ ലൈറ്റ്, പോയിന്റ് ലൈറ്റ്. ഇപ്പോൾ എൻവയോൺമെൻ്റ് ആണെങ്കിൽ എൻവയോൺമെൻറ്റ് ലൈറ്റ്. ജസ്റ്റ് ഒറ്റ ക്ലിക്ക് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കൂട്ടാം. ഉണ്ടോ. എന്നിട്ട് ഞാൻ നേരെ റെൻഡറിൽ പോയിട്ട് റെൻഡർ ചെയ്യാമല്ലോ. എനിക്കിതാണ് വേണ്ടത്. ഞാൻ ലോ ആണ്. ഓക്കെ കൊടുക്കുക. അതായത് അതിൽ കൊടുക്കുന്നതിന് ഡബിൾ ക്വാളിറ്റിയിൽ നമുക്ക് ഇത് റെൻഡർ ചെയ്തെടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതും അതും തമ്മിൽ കണക്റ്റഡ് ആണ്. ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ നമുക്ക് 3D ഫോട്ടോഷോപ്പിൽ അത്രയും എന്താണ് ചെയ്യാം. പക്ഷേ നമുക്ക് അത്രയും യൂസർ ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയമെൻഷനിലിട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പിലോട്ട് കൊണ്ടുപോകും. ആ ക്വാളിറ്റി ഉണ്ടോ ടെക്സ്ചറിൻ്റെ? ഞാൻ ഏറ്റവും കുറവ് ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഏറ്റവും ക്വാളിറ്റി കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനെ ഞാൻ ക്ലോസ് ചെയ്തു. ഫയൽ ഓപ്പൺ. ഇതുണ്ടോ, ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ഹൈഡ് ചെയ്യാം. കണ്ടോ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഞാൻ ഇതിനെ മൂവ് ചെയ്യാം. കണ്ടോ, വിത്ത് ഇതാണ് കിട്ടുന്നത്. എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുക. ഗ്രേഡിയൻറ്റിന് നമ്മൾ സാധാരണ ചെയ്യുമല്ലോ, ബേസിക് ഗ്രേഡിയൻറ്റ് പിടിച്ചിട്ട് ഒരു ബേസിക് ഗ്രേഡിയൻറ്റ്, അതിൻ്റെ അകത്ത് ഞാൻ വേറൊരു കളറും കൂടെ പിടിച്ചു കൊടുത്തു. ഇത് റിലേറ്റ് ചെയ്തൊരു കളർ തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് ഞാൻ ഓക്കെ എടുത്തു. ഇനി ഞാൻ ഇതിനെടുത്ത് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തു. സോറി, ഇതെടുത്ത് എൻ്റെ താഴെ ഇട്ട് കൊടുത്തു. ഇതുണ്ടോ? എന്നിട്ട് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ഷാഡോയും കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഷാഡോ നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ്റ് ചെയ്ത് കളയാമല്ലോ. ഇവിടെ സെലക്ട് ചെയ്തു, ഞാൻ മാസ്ക് ചെയ്തു. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വൈറ്റ് ടു ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സ്വല്പം ഒന്ന് വലുതാക്കി ആ ഒരു ഷാഡോ ഞാൻ പതുക്കെ അങ്ങ് പെയിൻറ്റ് ചെയ്തു. കണ്ടോ, അപ്പോൾ എങ്ങനെയുണ്ട്? ഇനി എന്ത് ചെയ്യാം, ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് വേണം അപ്ലൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക്, ദെൻ റാസ്റ്ററൈസ് ലെയർ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻ, ഡ്രോപ്പ് ഷാഡോ. ഒരു ഡ്രോപ്പ് ഷാഡോ കൂടെ കൊടുക്കാം. കണ്ടോ,
അപ്പം നമുക്കിനി ഇതിന് എന്ത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിനി എഡിറ്റ് ചെയ്യാം. അതേപോലെ ഇൻറ്റൻസിറ്റി കൂട്ടാം. അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഹ്യൂ, സാച്ചുറേഷൻ, കളർ കൂട്ടാം. കണ്ടോ? അതേപോലെ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കളറിലേക്കാണ് വേണ്ടത് ആ ഒരു കളറിലേക്ക് അതിനെ ബ്ലെൻഡ് ചെയ്യാം. അതേപോലെ കളറൈസ് ചെയ്യണമെങ്കിൽ കളറൈസ് ചെയ്യാം. ഓക്കെ, കളറൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, കളറൈസ് വേണ്ട. അപ്പം ഈ ഒരു ടെക്സ്ചറിനെ അതാ ഈ ഒരു ക്വാളിറ്റിയിലാക്കി നമുക്ക് എടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെ അത് കൊണ്ടുവയ്ക്കാമല്ലോ, ഈസി ആയിട്ട് വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് ഫയൽ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് ഒരാളിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, അതാ ഇവിടെ വെച്ചിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക, കൺട്രോൾ ഷിഫ്റ്റ് ഐ ഇൻവേഴ്സ്, കൺട്രോൾ ഷിഫ്റ്റ് ഐ ഇൻവേഴ്സ്, ദെൻ ഡിലീറ്റ്. ഓക്കെ, റാസ്റ്ററൈസ് ചെയ്യുക, റാസ്റ്ററൈസ്, ഡിലീറ്റ്. ഓക്കെ, കൺട്രോൾ ഡി അടിച്ചു. ഇവിടെ 3D ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കുറച്ചും കൂടെ കിട്ടും. കണ്ടോ? ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് മാസ്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഇതിനെ എടുത്തിട്ട് സ്വല്പം കൂടെ മാറ്റി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ മാസ്ക് ചെയ്യുക. ഒന്നുകൂടെ മാസ്ക് ചെയ്തിട്ട് അതൊക്കെ പെയിൻറ്റ് ചെയ്യുക. മതി. ഓക്കെ, സംഭവം പിടി കിട്ടിയാ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പം ഞാൻ പറഞ്ഞ ഭയങ്കര ലോ ക്വാളിറ്റിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് വെച്ചാൽ പക്ക ക്വാളിറ്റിയിൽ ഇത് കിട്ടും. ഓക്കെ, ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ ഇ അടിച്ച് കഴിഞ്ഞിട്ട് ഫിൽട്ടർ, ക്യാമറ, റോ ഫിൽട്ടർ എടുക്കുക. ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കുഴപ്പമില്ല, അങ്ങനെ കാണിച്ചാലും വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലാരിറ്റി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ സംഭവം കിട്ടും. പിടി കിട്ടിയ സംഭവം. ഓക്കെ.